ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. എത്ര തന്നെ നമുക്ക് ദുഃഖം വന്നാലും ദുഃഖത്തിന് കാരണമായ വസ്തുക്കളെ ഉപേക്ഷിക്കാൻ സാധിക്കാത്തവരാണ് അധികവും. ദുഃഖം തരാൻ കാരണമായതെന്തോ അതങ്ങ് ഉപേക്ഷിച്ചാൽ മതി. പക്ഷേ അതിനോടുള്ള മമത കൊണ്ട്, തെറ്റിദ്ധാരണ കൊണ്ട്, അവയാണ് സുഖത്തിന് കാരണം എന്ന് തെറ്റായി ധരിച്ചത് കൊണ്ട് അവയെ ഉപേക്ഷിക്കാൻ മനസ്സനുവദിക്കുന്നില്ല. അതാണ് ഒരു കവി പറയുകയാണ്, അജ്ഞാനഘോരാന്ധകാരം ഹൃത്തിൽ മുച്ചൂടും മുറ്റിത്തഴക്കേ ദേഹം ദഹിക്കുന്നതാണെന്നറിഞ്ഞിട്ടും ദേഹോഹഭാവം സജീവം. എത്ര ലളിതമാണിത്! നമുക്ക് വായിച്ച് മനനം ചെയ്താൽ കിട്ടുന്ന അർത്ഥമാണ് ഇതിലുള്ളത്. അജ്ഞാന ഘോരാന്ധകാരം, അജ്ഞാനമാകുന്ന കൂരിരുട്ട് നമ്മുടെ ഹൃദയത്തെ മുഴുവനും മൂടിയിരിക്കുന്നു. അതുകൊണ്ട് മൂടി ഇരിക്കുന്നത് കൊണ്ടാണ് ദഹിച്ചുകൊണ്ടിരിക്കുന്ന ദേഹത്തിലിരുന്നും ഞാൻ ദേഹമാണ് എന്ന് ധരിക്കുകയും ആ ദേഹത്തെ സുഖിപ്പിക്കാനായിക്കൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകവിഷയങ്ങളെ സ്വീകരിക്കുന്നത്. ഇപ്രകാരം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും സംതൃപ്തിയോ സമാധാനമോ കൈവരിക്കാൻ സാധിക്കുകയില്ല. അതിനാൽ നാം അജ്ഞാനത്തെ നീക്കാനാണ് പരിശ്രമിക്കേണ്ടത്. അജ്ഞാനത്തെ എങ്ങനെ നമുക്ക് നീക്കം ചെയ്യാം? അതിന് ജ്ഞാനം കൂടിയേ കഴിയൂ. ജ്ഞാനമുണ്ടാവാൻ എന്ത് ചെയ്യണം? നമ്മൾ ജ്ഞാനമുള്ള സത്തുക്കളുമായുള്ള സമ്പർക്കവും അവരുടെ വാക്കുകൾ കേട്ട് അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം. ജ്ഞാനമെന്നാൽ ആത്മാവിനെ സംബന്ധിച്ച അറിവ്. ആ അറിവ് നമുക്ക് വാസ്തവത്തിൽ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ നമുക്കുള്ള അറിവായും പല ഡിഗ്രികളും നാം എടുത്തിരിക്കുന്നത് ഈ ലോകത്തെ സംബന്ധിച്ച അറിവുകളാണ്. ഈ അറിവ് എത്ര നാം നേടിയാലും അത് വീണ്ടും 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 നേടാനുള്ള ത്വരയാണ്. പക്ഷേ നമുക്ക് ആയുഷ്കാലം അതിന് തികയുന്നില്ല. എന്നാൽ നാം ഇതിനെല്ലാം ആധാരമായിരിക്കുന്നതെന്തോ അതിനെക്കുറിച്ചുള്ള അറിവാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത്. കാണപ്പെടുന്ന വസ്തുക്കളെ കാണുന്നതാരാണോ അതാണ് ആത്മാവ്, അതാണ് ഉണ്മ, അതാണ് സത്ത്, അതാണ് സത്യമായിട്ടുള്ളത്. അതാണ് നമ്മളിൽ ഓരോരുത്തരിലും നിറഞ്ഞിരിക്കുന്നത്. നാമായി വർത്തിക്കുന്നതും അതുതന്നെയാണ്. ആ ബോധം നമ്മളിൽ ഉറച്ചു കിട്ടാൻ അതിനെ സംബന്ധിച്ച് അറിവ് നേടുകയും അത് മനനം ചെയ്യുകയും ആ ഭാവന ദൃഢീഭവിക്കുകയും ചെയ്യുമ്പോൾ അന്തർലീനമായിരിക്കുന്ന പല കഴിവുകളും ഉണർന്ന് അതിൻ്റെ പരമമായ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നതുമായിരിക്കും. അജ്ഞാനഘോരാന്ധകാരം ഹൃത്തിൽ മുച്ചൂടും മുറ്റിത്തഴക്കേ ദേഹം ദഹിക്കുന്നതാണെന്നറിഞ്ഞിട്ടും ദേഹോഹഭാവം സജീവം.